ഹായ്, എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചുറ്റുമുള്ള ലോകം എങ്ങനെയാണ് ഇത്ര കൃത്യമായി പ്രവർത്തിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനു പിന്നിൽ നമ്മൾ കാണാത്ത ഒരുപാട് സിസ്റ്റമുകളുണ്ട്. ഇന്ന് നമ്മൾ അങ്ങനെയൊന്നായ സപ്ലൈ ചെയിനുകളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നമുക്കവയുടെ ഒരു ഹെൽത്ത് ചെക്കപ്പ് നടത്തി നോക്കാം. ശരിക്കും എപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരുപക്ഷെ നിങ്ങളുടെ ഫേവറിറ്റ് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഒരു സോപ്പ് പെട്ടെന്നൊരു ദിവസം അത് കടയിൽ കാണാനില്ല. എന്തുകൊണ്ടായിരിക്കും? കാരണം ഒരു ചെറിയ മിഠായി മുതൽ നമ്മൾ ഓടിക്കുന്ന കാറ് വരെ ഓരോ ഉൽപ്പന്നത്തിന്റെ പിന്നിലും അതിസങ്കീർണമായ ഒരു ശൃംഖലയുണ്ട്. അതിൽ ഒരൊറ്റ കണ്ണി പൊട്ടിയാൽ മതി, എല്ലാം താളം തെറ്റും. അതാണ് സപ്ലൈ ചെയിനിന്റെ ശക്തിയും അതേസമയം അതിലെ വെല്ലുവിളിയും. അപ്പോ ഈ ഒരു വിശകലനത്തിലൂടെ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നല്ലേ? നമുക്കൊന്ന് നോക്കാം. ആദ്യം ഈ കണ്ണികൾ എന്തിനാണ് പൊട്ടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കും. പിന്നെ ഒരു സപ്ലൈ ചെയിനിന്റെ ഘടന എന്താണെന്ന് പരിശോധിക്കും. അതിനുശേഷം അതിന്റെ ആരോഗ്യം അളക്കാൻ നമ്മൾ ചില സുപ്രധാന കാര്യങ്ങൾ നോക്കും. പ്രശ്നങ്ങൾ കൃത്യമായി കണ്ടെത്തിക്കഴിഞ്ഞാൽ ഒടുവിൽ വിജയത്തിനുള്ള ഒരു കുറിപ്പിടിയും നമ്മൾ തയ്യാറാക്കും. അപ്പോ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് ഈ കണ്ണികൾ പൊട്ടുന്നത്? ഏതൊരു പരിശോധന തുടങ്ങുന്നതിനു മുൻപും അതിന് ലക്ഷ്യം എന്താണെന്ന് അറിയണമല്ലോ, അല്ലേ? സപ്ലൈ ചെയിൻ എന്ന് കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നാം. പക്ഷെ വളരെ സിമ്പിളായി പറഞ്ഞാൽ, ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാനും അത് അവസാനം നമ്മുടെയൊക്കെ കയ്യിലെത്തിക്കാനും സഹായിക്കുന്ന എല്ലാ ആളുകളും, കമ്പനികളും, പ്രവർത്തനങ്ങളും വിഭവങ്ങളും ചേർന്ന ഒരു വലിയ നെറ്റ്വർക്കാണിത്. ഒരു സപ്ലൈ ചെയിനിനെ വിശകലനം ചെയ്യുമ്പോൾ പ്രൊഫഷണലുകൾ എപ്പോഴും സ്വയം ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമുണ്ട്. അതാണ് നമ്മളിവിടെ കാണുന്നത്. നിലവിലെ ശൃംഖലയുടെ ശക്തി എന്താണ്? എവിടെയാണ് കാര്യക്ഷമത കുറയുന്നത്? എവിടെയാണ് ബലഹീനതകളുള്ളത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുക, അതുതന്നെയാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. ശരി, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകാം. ഒരു സപ്ലൈ ചെയിനിന്റെ ഘടന, അതായത് ഒരു ഉൽപ്പന്നം എങ്ങനെയൊക്കെയാണ് യാത്ര ചെയ്ത് നമ്മുടെ കയ്യിലെത്തുന്നതെന്ന് നോക്കാം. ഇതൊരു യാത്ര പോലെയാണ്, ഒരു പ്രോഡക്റ്റിന്റെ യാത്ര. അത് തുടങ്ങുന്നത് അസംസ്കൃത വസ്തുക്കളിൽ നിന്നാണ്. പിന്നീടത് ഫാക്ടറിയിലെത്തി ഒരു ഉൽപ്പന്നമായി മാറുന്നു. അവിടെ നിന്ന് വലിയ വെയർഹൌസുകളിൽ സംഭരിക്കുന്നു. പിന്നെ വിതരണക്കാർ വഴി കടകളിലേക്ക്, ഒടുവിൽ നമ്മുടെ കൈകളിലേക്കെത്തുന്നു. ഇത് ശരിക്കും നമ്മുടെ ശരീരത്തിലെ ഒരു രക്തചംക്രമണ വ്യവസ്ഥ പോലെയാണ്. ഓരോ ഘട്ടവും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. ഈ യാത്രയില് ഉൽപ്പന്നം ഒറ്റയ്ക്കല്ല, കൂടെ ഒരുപാട് പേരുണ്ട്. അവരാണ് ഇതിലെ പ്രധാന കളിക്കാർ. അസംസ്കൃത വസ്തുക്കൾ നൽകുന്ന സപ്ലയേഴ്സ്, അത് ഉൽപ്പന്നമാക്കുന്ന നിർമ്മാതാക്കൾ, ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന ലോജിസ്റ്റിക്സ് കമ്പനികൾ, പിന്നെ നമുക്ക് സാധനങ്ങൾ വിൽക്കുന്ന കടക്കാരും. ഇവരെല്ലാവരും ചേരുമ്പോഴാണ് ഈ സിസ്റ്റം പ്രവർത്തിക്കുന്നത്. ഇനി മൂന്നാം ഭാഗം. ഇവിടെയാണ് നമ്മൾ ശരിക്കും ഒരു ഡോക്ടറെ പോലെ കാര്യങ്ങൾ പരിശോധിക്കാൻ പോകുന്നത്. ഒരു രോഗിയുടെ പൾസും പ്രഷറും നോക്കുന്നത് പോലെ ഡേറ്റ ഉപയോഗിച്ച് നമുക്ക് ഈ സപ്ലൈ ചെയിനിന്റെ പ്രകടനം ഒന്നളന്നു നോക്കാം. ഈ പരിശോധനയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസിനെയാണ് KPIs എന്ന് പറയുന്നത്, അതായത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. പേര് കേട്ട് പേടിക്കണ്ട, ഇത് വളരെ സിമ്പിളാണ്. ഇവ ശരിക്കും ഈ സിസ്റ്റത്തിന്റെ ഹെൽത്ത് റിപ്പോർട്ടിലെ നമ്പറുകളാണ്. ഓരോ നമ്പറും അതിന്റെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മളോട് ചിലത് പറയും. ഉദാഹരണത്തിന് ഇവിടെ നോക്കൂ, 98%. അതായത് വരുന്ന ഓർഡറുകളിൽ 98% കൃത്യമായി നൽകാൻ കഴിയുന്നുണ്ട്. ഇതൊരു നല്ല സൈനാണ്, അല്ലേ? സിസ്റ്റം വളരെ ആരോഗ്യത്തോടെയും കാര്യക്ഷമമായും പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഒരു സൂചനയാണിത്. പക്ഷേ ഇങ്ങോട്ട് നോക്കിയേ, 62%. ഓർഡറുകൾ കൃത്യസമയത്ത് എത്തുന്നത് വെറും 62% മാത്രം. ഇതത്ര നല്ലൊരു കണക്കല്ല. എവിടെയോ എന്തോ പ്രശ്നമുണ്ട് എന്നതിന്റെ ഒരു ചുവന്ന സിഗ്നലാണിത്. നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരിടം. ഇതൊരു ഫുൾ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട് പോലാണ്. ഓർഡറുകൾ നിറവേറ്റുന്നതിന്റെ നിരക്ക്, ഒരു ഓർഡർ കിട്ടി അത് ഡെലിവറി ചെയ്യാൻ എടുക്കുന്ന സമയം അഥവാ ലീഡ് ടൈം, പിന്നെ ഇൻവെന്ററി ടേൺഓവർ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് എത്ര വേഗത്തിലാണ് വിറ്റുപോകുന്നത് എന്ന്. നിലവിലെ അവസ്ഥയും നമ്മുടെ ലക്ഷ്യവും തമ്മിലുള്ള വ്യത്യാസം കാണുമ്പോഴാണ് പ്രശ്നം എവിടെയാണെന്ന് നമുക്ക് കൃത്യമായി പിടികിട്ടുന്നത്. അപ്പോ ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്, രോഗലക്ഷണങ്ങൾ നമ്മൾ കണ്ടു. ഇനി രോഗം എന്താണെന്ന് കൃത്യമായി കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ നാലാമത്തെ ഭാഗം. പ്രശ്നങ്ങളെ നമുക്ക് രണ്ടായിട്ട് കാണാം. ഒന്ന്, നമ്മുടെ കമ്പനിയുടെ ഉള്ളിൽ തന്നെയുള്ളത്, നമുക്ക് നേരെ ഇടപെട്ട് ശരിയാക്കാൻ പറ്റുന്നത്. പിന്നെ മറ്റൊന്ന്, പുറത്തുനിന്നു വരുന്നത്, നമുക്ക് നേരിട്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. ഇവ രണ്ടിനെയും നേരിടേണ്ട രീതിയും വ്യത്യസ്തമാണ്. ഈ ആന്തരിക പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകളിൽ ബ്ലോക്ക് വരുന്നത് പോലെയാണ്. പ്രവർത്തനങ്ങളിലെ കാര്യക്ഷമതയില്ലായ്മ, കൃത്യസമയത്ത് സാധനങ്ങൾ തരാത്ത വിതരണക്കാർ, അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ്, ഇവയെല്ലാം സിസ്റ്റത്തിനെ മൊത്തത്തിൽ പതിയെയാക്കും.
ഇനി ബാഹ്യമായ അപകടസാധ്യതകൾ. ഇവ ശരിക്കും പുറത്തുനിന്ന് വരുന്ന വൈറസുകൾ പോലെയാണ്. ഒരു യുദ്ധം, സാമ്പത്തിക പ്രതിസന്ധി, അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തം. ഇതൊക്കെ എപ്പോ വേണമെങ്കിലും വരാം. ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ നമ്മുടെ സിസ്റ്റത്തിന് നല്ല ആരോഗ്യം വേണം. അങ്ങനെ നമ്മൾ പ്രശ്നങ്ങളൊക്കെ കണ്ടെത്തി. ഇനി അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇതിനെല്ലാമുള്ള പരിഹാരം, അഥവാ വിജയത്തിലേക്കുള്ള നമ്മുടെ കുറിപ്പടി. അപ്പോ എന്തൊക്കെയാണ് ഈ കുറിപ്പടിയിലുള്ളത്? 1. ടെക്നോളജി ഉപയോഗിച്ച് കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യുക, ഡിജിറ്റൈസ് ചെയ്യുക. 2. ഒരൊറ്റ വിതരണക്കാരനെ മാത്രം ആശ്രയിക്കാതെ പലരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുക. 3. സാധനങ്ങൾ എത്തിക്കാനുള്ള ഏറ്റവും നല്ല, കാര്യക്ഷമമായ വഴികൾ കണ്ടെത്തുക. നമ്മുടെ വിതരണ ശൃംഖലയെ ഒന്നുകൂടി സ്മാർട്ടാക്കുക. അപ്പ നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ലക്ഷ്യം കേടായത് നന്നാക്കുക എന്നത് മാത്രമല്ല. അതിനപ്പുറം ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ഏത് പ്രശ്നത്തെയും നേരിടാൻ കഴിയുന്ന, കൂടുതൽ കരുത്തും കാര്യക്ഷമതയുമുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. ഇത് നിരന്തരമായ മെച്ചപ്പെടുത്തലിന്റെ ഒരു യാത്രയാണ്. അപ്പോ ഈ വിശകലനം ഇവിടെ പൂർത്തിയാവുകയാണ്. പോകുന്നതിന് മുൻപ് നിങ്ങൾക്കായി ഒരു ചോദ്യം. നിങ്ങൾ ഇന്ന് ഉപയോഗിച്ച ഏതെങ്കിലും ഒരു സാധനമെടുക്കുക. ഒരുപക്ഷെ നിങ്ങൾ കുടിച്ച ചായ, അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന ഈ ഫോൺ. അത് നിങ്ങളിലേക്ക് എത്തിയ ആ വലിയ യാത്രയിലെ ഏറ്റവും ദുർബലമായ കണ്ണ് ഏതായിരിക്കുമെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. രസകരമായൊരു ചിന്തയായിരിക്കും അത്. അടുത്ത തവണ കാണാം.